പിന്നെ സുഖമാണോ? നല്ല സുഖം. കേരളത്തിലേക്ക് എവിടെയൊക്കെ പോയിട്ടുണ്ട്? കോഴിക്കോട്ട്, പേമ്പ്ര, കുറ്റ്യാടി. കൊച്ചുമാമൻ പിള്ളേരെ ഗൈഡ് ചെയ്യിച്ചു. ഇതാണ് മധ്യപ്രദേശിൽ നമ്മൾ ഇന്നലെ കണ്ട സന്തുവായിലെ അടുത്തുള്ളൊരു നമ്മളെ ട്രിപ്പ് ലീഡർ. ഇത് പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരുടെ ഒരു കോട്ടയായിരുന്നു. മധ്യപ്രദേശിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സന്തുവായ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സന്തുവായിലെ ഒരു പ്രശസ്തമായ ഒരു കോട്ടയുടെ സൈഡിലാണ്. കോട്ടയുടെ ചുറ്റുവട്ടത്തായി ഒരുപാട് കടകൾ കെട്ടി ആ കോട്ടയുടെ ഭംഗി നശിപ്പിച്ചു. നല്ലൊരു കോട്ടയായിരുന്നു. ഈ കോട്ടയെ പറ്റിയും അതേപോലെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെപ്പറ്റിയും ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതാണ് മധ്യപ്രദേശിലെ സന്തുവ എന്ന് പറയുന്ന സ്ഥലം. സന്തുവ നമ്മുടെ തലയ്ക്ക് പോകുന്ന ആളാണ്. ഇവിടുത്തെ പഴയ നേതാവാണ്. ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്കോട, ജിലേബി, പക്കോട, ടിക്കോട. വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത്. ചായ കുടിക്കണം. എന്തെങ്കിലും ബ്രെഡെല്ലാം കഴിക്കാം. പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരുടെ ഒരു കോട്ടയായിരുന്നു. ഇതിപ്പോൾ ഇവരുടെ സിവിൽ കോർട്ടും മറ്റു കാര്യങ്ങളോട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഇവിടെ കുറച്ച് ഓൾഡ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ഒരു ചെറിയൊരു മാർക്കറ്റുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു ബസ് സ്റ്റാൻഡുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കോട്ടയ്ക്കകത്ത് തന്നെ ഇവിടുത്തെ കുറച്ച് ഗവൺമെൻറ് ഓഫീസുകളെ പിന്നെ ഒരു ജയിലൊക്കെ ഉണ്ട്. വേറെ സേഫ്റ്റിയുടെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ഈ കോട്ടയുടെ എൻട്രൻസ്. ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ മഹാരാഷ്ട്ര നവാപൂരിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ വഴി തെറ്റി ഒരിക്കൽ ഇതിനകത്ത് കയറുന്നുണ്ട്. ഈ കോട്ടയുടെ വാതിലുണ്ടോ? നല്ല ഭംഗിയുള്ള വാതിൽ കുറേ സ്പൈക്കുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ആണി. പണ്ടത്തെ കാലത്ത് ശത്രുക്കളകത്ത് കയറുമ്പോൾ അടയ്ക്കാൻ വേണ്ടിയായിരുന്നു. ചില ആണികൾ തൂങ്ങി കിടപ്പ്. പൊക്കോ പഴയ കോട്ട. സന്തുവ കോട്ട വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു കോട്ടയാണ്. സത്പുര പർവ്വതനിരകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സന്തുവ നഗരം ഇന്ത്യയുടെ ആദ്യകാല നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെയും വളരെ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് എതിർത്ത് നിന്നെങ്കിലും ബ്രിട്ടീഷുകാർ ഈ കോട്ട കീഴടക്കുവാനിടയായി. എങ്കിലും കോട്ട കീഴടക്കിയെങ്കിലും ഈ ചുറ്റുവട്ടത്തുള്ള ഈ മലനിരകളിൽ ആദിവാസി സമുദായത്തിൻ്റെ സഹായത്തോടെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർക്കെതിരെ ശക്തമായി പോരാടി. നമ്മുടെ സന്തുവ പട്ടണത്തിലെ വ്യാപാരികൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുഖ്യ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നുണ്ടായിരുന്ന ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ നിലയിൽ അവർ സഹായിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ സഹായം നിർത്തലാക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾ പറഞ്ഞു, നിങ്ങളുടെ വ്യാപാരികളോട് പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള പണം ഞങ്ങളുടെ ട്രഷറിയിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ കാശ് കയ്യിൽ വെച്ചിരുന്നാൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ നിങ്ങളുടെ പണം മോഷ്ടിക്കുവാൻ അല്ലെങ്കിൽ കൊള്ളയിടുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി അവരങ്ങനെ ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ വ്യാപാരികളുടെ കയ്യിലിട്ടിരിക്കുന്ന ഭീമമായ തുക അവർ കൈപ്പറ്റുകയും അതേപോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ലഭിക്കേണ്ട ആ സഹായം നിർത്തലാക്കുകയും ആയിരുന്നു അവരുടെ ഉദ്ദേശം. വളരെ മനോഹരമായ ഒരു കോട്ടയാണ്. 12-ാം നൂറ്റാണ്ടിൽ പണിയപ്പെടുന്നതാണ്. ഇത് പണിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പർവാർ രാജവംശത്തിൻ്റെ സമയത്ത് ഈ കോട്ട പണിയപ്പെട്ടിരുന്നു. വളരെ നല്ലൊരു നിർമ്മിതിയാണ്. നല്ല ഭംഗിയായ രീതിയിൽ ഈ പട്ടണത്തെ ചുറ്റി
വളഞ്ഞുകൊണ്ട്. പക്ഷേ ഇത് വൃത്തിയായ രീതിയിൽ ഇവർ സംരക്ഷിക്കുന്നതിലൊക്കെയും ഇവർ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ കോട്ട ഇത്ര മനോഹരമായൊരു കോട്ട, അതിൻ്റെ വെളിഭാഗത്ത് ധാരാളം കടകളും അതേപോലെ ചപ്പുചവറുകളും ഒക്കെയും കൂട്ടിയിട്ട് അവർ ആ കോട്ടയുടെ ഭംഗി നശിപ്പിച്ചു. നല്ലൊരു ഭരണാധികാരി വന്നിരുന്നെങ്കിൽ ഈ കോട്ട ഒന്ന് സംരക്ഷിക്കാമായിരുന്നു. വരുന്ന തലമുറയ്ക്ക് അതൊരു പഠനത്തിന്, തൻ്റെ പൂർവികന്മാരെ പറ്റിയുള്ള ഹിസ്റ്ററിയൊക്കെ അറിയുന്നതിനൊരു കാരണമാകുമായിരുന്നു. ഇവിടെ ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ ടൗണിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെത്തി. ഇത് കോട്ടയുടെ വേറൊരു ഭാഗം, അവിടെ ഒരു പാർക്കുണ്ട്. പിള്ളേരൊക്കെ വൈകുന്നേരം കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളാ കോട്ടയുടെ മതിലിങ്ങനെ ഇറങ്ങി വന്നു. ഇതിനകത്ത് തന്നെ കോട്ടയ്ക്കകത്ത് തന്നെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പബ്ലിക് ലൈബ്രറി. അകത്തേക്ക് കയറുന്നില്ല, വെറുതെ പിള്ളേർ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. നമുക്ക് ഇനി തിരികെ ഇറങ്ങാം. നമ്മുടെ കൂടെ വന്ന ബാക്കിയുള്ളവരൊക്കെ വെളിയിൽ വെച്ച് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി കണ്ടോ കോട്ടയുടെ വാതിൽ. ഇതാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ. ഇത് ജെയിംസ് ആർ, ഓണർ ഓഫ് ദ വെഹിക്കിൾ, നമ്മുടെ ട്രിപ്പ് ലീഡർ. പുറകെ ഇരിക്കുന്നത് നമ്മുടെ വെള്ള ഷർട്ടിലിട്ടിരിക്കുന്നത് റവറൻഡ് ഡോക്ടർ നമ്മുടെ റൈസിംഗ് സാർ. അപ്പുറത്തിരിക്കുന്നത് आपका नाम बताइए? कलम सिंह. वो बहुत पढ़ा लिखा है, बहुत लिखता है. कलम उनके पास बहुत है, इसलिए उनका नाम कलम सिंह है. എന്നാൽ ശരി, ഞങ്ങൾ ഇനിയും അടുത്ത സ്ഥലത്തേക്ക് പോയി വല്ല ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും ബൈ. അങ്ങനെ ഞങ്ങളുടെ സെന്തുവല ലാസ്റ്റ് രാത്രിക്കത്തെ ഫുഡാണ്. ഇന്ന് പകൽക്കാലം കുറേ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്ത് വന്നതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. ഇത് മുട്ടക്കറി, ഇത് കിഴങ്ങ്, ഇത് ചോറ്, रोटी. सर जी का घर में हूँ. मैंने मेहनत करके हम लोगों के लिए सब कुछ तैयार किया है. थैंक यू सो मच सर. सर जी आप क्या खाएगा? रोटी खाएगा कि भात खाएगा? भात खाइए जी. एक है, दो है ये. एक ही है. यहाँ एक ही. മുട്ടക്കറിയുണ്ട്, വൃത്തിയുണ്ട്, പപ്പടമുണ്ട്, സഫോളയുണ്ട്, 2 ഗ്ലാസ് വെള്ളമുണ്ട്, രണ്ടാമൂലേക്ക് ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് പോയി വിശ്രമിക്കാം. ഇനി നാളെ വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. മറ്റു കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വിശദമായിട്ട് ഈ ഏരിയയെ പറ്റി ഒരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ. ഇതാണ് മധ്യപ്രദേശിൽ നമ്മൾ ഇന്നലെ കണ്ട സെന്തുവായിലെ അടുത്തുള്ളൊരു പ്രദേശമാണ്. ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ മരം നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നി. അതുകൊണ്ടാണ് ഈ മരത്തിൻ്റെ അടുത്തേക്ക് വന്നത്. കാരണം ഈ ഏരിയയിലുള്ള ആകെ അല്പം വലുപ്പമുള്ളൊരു മരം ഇതാണ്. ബാക്കി 1-2 മരങ്ങൾ കാണുന്നുണ്ടെങ്കിലും എല്ലാം ചെറുതാണ്. പക്ഷേ ദൂരെ നോക്കിയാൽ നമുക്ക് ചില മല പോലുള്ള പ്രദേശങ്ങൾ കാണാം. ഇവിടെ ഭൂരിഭാഗവും കൃഷി സ്ഥലങ്ങളാണ്. ജനങ്ങളെല്ലാം കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വളരെ വരണ്ട ഒരു ഊഷരഭൂമി. ഓരോ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചേക്കാം. പൈനാപ്പിൾ ജ്യൂസ് മുന്തിരിക്കടയിൽ നിന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് അടിക്കുകയാണ്. നല്ല ഫ്രഷ് പൈനാപ്പിൾ. ഫുള്ള് തേനീച്ചകളെ കൊണ്ട് നിറഞ്ഞ പൈനാപ്പിളാണ്.
दो बूंद ज़्यादा पानी दूध डाला है आपने। ഇതുണ്ട്, ഇവിടെ മുഴുവൻ തേനീച്ച ഇവിടെ. अंकल सही डल जाता बराबर ना तो बहुत बढ़िया. ഇങ്ങനെ വീണ്ടും നമ്മൾ ആ ഫോർട്ടിൻ്റെ മറ്റൊരു ഭാഗത്തെത്തി. ഇന്നലെ നമ്മൾ ഫോർട്ടിൻ്റെ മുകൾ ഭാഗത്ത് കയറി നമ്മൾ കണ്ടതാണല്ലോ. ഈ ഫോർട്ടിൻ്റെ ഭിത്തിയോട് ചേർന്ന് ചെറിയൊരു ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിനെ പറ്റി ഫോർട്ട് ഗാർഡൻ ചൗപ്പാട്ടി നഗർപാലിക പരിഷത്ത് സിന്ധുവ. ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ഇവിടെ മുഴുവൻ അങ്ങ് താഴെ വരെ ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ കടകളാണ്. നമുക്കൊന്ന് ഇതിനകത്ത് കയറി ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു നടപ്പാത കൊടുത്തിട്ടുണ്ട്. പ്രഭാത സമയത്ത് നടക്കുന്നതിനൊക്കെ ആളുകൾക്ക് നല്ല ഉപയോഗപ്രദമായിരിക്കും ഈ ട്രാക്കുകൾ. ഇവിടെ ചെറിയ ചെറിയ മണ്ഡപങ്ങളുണ്ട്. ഇവിടെ കുട്ടികളെ എന്തോ കാര്യം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കോച്ച് അവിടെ ഉണ്ട്. ആ കോച്ച് എന്തോ കാര്യം കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ ധാരാളം മരങ്ങൾ പണിതിൽ. ഇവിടെ കോച്ച് കുട്ടികളെ എന്തോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോർട്ടിനെ പറ്റി നമ്മുടെ മധ്യപ്രദേശിലെ വില്ലേജിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും അമ്പയത്തിലും മറ്റ് കവണ എറിയുന്നതിലുമൊക്കെ വളരെ അഗ്രഗണ്യരാണ്. ഇവിടെ എന്തോ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കല്യാണ പെണ്ണിനെ മണ്ഡപത്തിൽ ഇരുത്തി ഒരു ഫോട്ടോ എടുക്കുന്നു. എന്താ ഇത് അടിപൊളി ഒരു ഫോട്ടോ. നമ്മളെ കൂടെ നിന്ന് വേറൊരു സഹോദരൻ വന്നിട്ടുണ്ട്. आपका दिनेश सोलंकी. ദിനേശ് സോലങ്കി. ദിനേശ് സോലങ്കി. പിന്നെ വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ വന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ മാറിയാണ് എൻ്റെ വീട്. പക്ഷേ പുള്ളി വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവിടുന്ന് അടുത്തു നിന്നാണ്. ഒരു 15 കിലോമീറ്റർ അടുത്തു നിന്നാണ്. ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. കല്യാണ പെണ്ണ് അരിഞ്ഞുണങ്ങി ആ മണ്ഡപത്തിൻ്റെ അടുത്തിരിക്കുന്നു. കല്യാണ ചെറുക്കൻ ഇതിൻ്റെ സൈഡിൽ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നു. ഗാർഡൻ്റെ പക്ഷേ ഈ ഫോർട്ടിൻ്റെ അങ്ങേ ഭാഗം എന്ന് പറഞ്ഞാൽ അവർ മുഴുവൻ അത് കടകളൊക്കെ വെച്ച് മൊത്തം നശിപ്പിച്ചിരിക്കും. ഇതേപോലെ ആ സൈഡൊക്കെ ഒന്ന് ഭംഗിയായിട്ട് വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിലും പിള്ളേർക്ക് കളിക്കാൻ ഒരു ചെറിയൊരു സ്ഥലമായി. കൊച്ചു പിള്ളേരൊക്കെ രണ്ടുകൂടെ തൂങ്ങി കളിക്കുന്നു. ആ അതിലാണ് നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഈ ഫോർട്ടിനകത്തേക്ക് വന്നത്. ഒരു ചേച്ചിയുടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൈയും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സെന്തുവാൽ ഇങ്ങനെ ഒരു മാർക്കറ്റിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു അണ്ണനെ കണ്ടു കിട്ടി. ഞങ്ങളോട് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. പേരെന്താ? മുഹമ്മദ് ഫാറൂഖ്. ആ പിന്നെ സുഖമാണോ? നല്ല സുഖം. കേരളത്തിലേക്ക് എവിടെയൊക്കെ പോയിട്ടുണ്ട്? കോഴിക്കോട്ട്, പേമ്പ്ര, കുറ്റ്യാടി, लगभग 14 डिस्ट्रिक्ट 14 डिस्ट्रिक्ट आ 14 ഡിസ്ട്രിക്റ്റും പോയിട്ടുണ്ട്. കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിലും യാത്രയായിട്ടുള്ള ഒന്നാണിത്. അദ്ദേഹത്തിൻ്റെ കടയാണ് ഇവിടെ. ഞാൻ ജെയിംസ് സാറുടെ ഈ കടയിൽ വന്നു. അവിടെയും കടയുണ്ട്. ഉണ്ട്. അവിടെ കട ആരാ നോക്കുന്നത്?
പിള്ളേർ इडप्पल इडप्पल अच्छा इडप्पल ഇടപ്പോൺ ഇടപ്പൾ, ഇടപ്പൾ. മലപ്പുറം मलपुरम ആ डिस्ट्रिक्ट ഹാ मलपुरम डिस्ट्रिक्ट इडप्पल അവിടെ ഉണ്ട് ഇടപ്പള്ളി ഇടപ്പാൾ പ്രാഗ് ഫാഷൻ മേള ഇടപ്പാളിലെ മലപ്പുറത്ത് ഇടപ്പാളിലെ അങ്ങനെ ഒരു കടയുണ്ട്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ പിതാവ് സുകുമാരൻ്റെ ജന്മസ്ഥലമാണ്. ഇത് കണ്ടതിൽ ഒക്കെ സന്തോഷം. വീണ്ടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ഓക്കെ. ഇവിടെ ജനിച്ചു വളർന്നതാണ് നാളെ അവിടെ ഇതാ ജന്മജാണ് അല്ലേ? ജനിച്ച സ്ഥലം ഇതാണ്. അപ്പോൾ അണ്ണൻ്റെ ജനിച്ച സ്ഥലം ഇതാണ്. ഇത് സെന്തുവ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ സെന്തുവയിൽ 2 ദിവസമായിട്ട് സെന്തുവയിലുണ്ട്. ഈ മാർക്കറ്റിൽ ഇങ്ങനെ വന്ന് അപ്പുറത്തെ ഒരു കടയിൽ ഒരു ഷൂ ഒക്കെ വാങ്ങിയിട്ട് വന്നപ്പോഴാണ് കടയിൽ നിന്ന് ഷൂസ് മേടിച്ചു. ഇപ്പോഴാണ് എന്നെ കണ്ടത്. എന്നെ കണ്ടത് സന്തോഷം. ഈ ടൈപ്പ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. चैनल चैनल का नाम ചാനൽ का नाम പ്രവീൺ കുമാർ ओके KL33. അങ്ങനെ നമ്മൾ മലയാളം സംസാരിക്കുന്ന മുഹമ്മദ് ഫാറൂഖ് അണ്ണനെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കോട്ടയുടെ മുകളിലേക്ക് കയറി. അതോടുകൂടി ഈ സെന്തുവയിലെ വീഡിയോസ് അവസാനിക്കുന്നു. ഇനി മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഗുജറാത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും ലൈക്ക് ചെയ്യുക. ഈ സെന്തുവ ഈ കോട്ടയെപ്പറ്റി അധികം അറിയില്ലായിരുന്നെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ ചരിത്രപ്രസിദ്ധമായ ഈ കോട്ടയെപ്പറ്റിയും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതിൻ്റെ പങ്കിനെപ്പറ്റിയും ഒന്ന് മനസ്സിലാക്കി. ഞാൻ ഈ കോട്ടയുടെ മുകളിൽ നിൽക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നു. അന്നത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായ എല്ലാ പ്രിയപ്പെട്ടവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബായ്.